കൊട്ടിക്കലാശ ദിവസം അവശേഷിക്കുന്ന സമയം മുഴുവൻ പൂർണ്ണമായും പ്രചരണത്തിന് വിനിയോഗിക്കുകയാണ് ശ്രീ ടി മുഹമ്മദ് ബഷീർ. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്. എങ്ങനെയാണ് മണ്ഡലം മുഴുവൻ ഓടി നടന്നതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ? നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഇതും കൂടി കഴിയുമ്പോൾ നമ്മൾ അറ്റൻഡ് പോകേണ്ടതായിട്ട് സ്ഥലങ്ങൾ ഏറെ ഒന്നും ബാക്കിയില്ലാത്ത വിധം ഞങ്ങൾ കുറച്ച് പാച്ചപ്പ് വർക്കുണ്ട്. നമ്മൾ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്താത്ത അതും കൂടി ഇന്ന് തീർത്തു കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ്റെ സംതൃപ്തി നമുക്കുണ്ടാവും. ജീവിതത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് ആവും ഫലം എന്നാണ് വസീഫ് പറയുന്നത്. അത് അവർക്കാണ്, ഞങ്ങൾക്കല്ല. ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. എങ്ങനെയാണ് അവരുടെ പ്രതീക്ഷ വയ്ക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഈ സമസ്ത എന്നുള്ള വോട്ട് ചോർച്ച അങ്ങനെ പലതും അവർ പ്രചരണത്തിലൊക്കെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഞാൻ പറഞ്ഞതറിയോ, സ്വന്തമായിട്ട് UDF ഒരു വോട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് ഐഡിയോളജിൻ്റെ ബേസാണ്, അതിൻ്റെ കൃത്യമായ വോട്ടാണ്. അതല്ലാതെ സങ്കല്പത്തിൽ അവിടെ കുറച്ച് വോട്ട് വരാറുണ്ട്, ഈ കൊമ്പത്ത് കുറച്ച് എന്താ പറയുക ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് കുറച്ച് സംഗതിയുണ്ട്. അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നതല്ല ഞങ്ങളുടെ സമീപനം. കൃത്യമായി രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയെ വളരെ തെറ്റായ നിലയിലേക്ക് നയിച്ച നരേന്ദ്രമോദി ഗവൺമെൻറ് അർഹിക്കുന്ന ശിക്ഷ അത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ തന്നെ പ്രസ്താവനകൾ കാണിക്കുന്നത്. അവരുടെ പരിഭ്രാന്തിയാണ്. ഞങ്ങൾ വിലയിരുത്തിയ കാര്യമാണത്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസും. അത് രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃത്യമായ വോട്ടിനെ പറ്റി ധാരണയുണ്ട്. എന്നാൽ അവർക്ക് ഈ കൃത്യമായ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജയിക്കില്ലെന്ന് നമുക്ക് ഉറപ്പായതുകൊണ്ട് അങ്ങനെ കിട്ടിയേക്കാം ഇങ്ങനെ കിട്ടിയേക്കാം എന്നുള്ള സങ്കല്പമാണ് നിൽക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി രാജസ്ഥാൻ പ്രസംഗം ഇവിടെ എങ്ങനെയും പ്രതികരിക്കുക? ആളുകൾ എത്ര മോശമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം. ഒരു എന്താ പറയുക, ഒരു സംസ്കാരമുള്ള ഒരു ജനതയ്ക്ക് മുമ്പിൽ ഒരു പ്രധാനമന്ത്രി ഇത്രയും തരംതാണ് സംസാരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമുള്ള കാര്യമാണ്. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ പരിഭ്രാന്തി, എന്തും പറയാമെന്നുള്ളതാണ്. മാത്രമല്ല അത് നമ്മൾ പ്രധാനമന്ത്രി പ്രസ്താവന നടത്തുന്ന സമയത്ത് അത് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന അകൽച്ച എത്രയാണ്. അത് അളക്കാൻ പോലുമുള്ള ബുദ്ധിയില്ലാത്ത ഒരു സ്വഭാവത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. രാഷ്ട്രം തന്നെ അത് കൃത്യമായിട്ട് അപലപിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ഭരണഘടനാപരമായിട്ട് ലംഘനമാണ്. ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ആൾ ഇത്രയും വലിയ അകൽച്ച ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന പ്രസ്താവന ചെയ്യുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുപോലും ചിന്തിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് കഷ്ടമുള്ള കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ട് മലപ്പുറത്ത് എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ നമ്മളിപ്പോൾ കൃത്യം പറയുന്ന അവസ്ഥയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസിനെ എല്ലാം അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. മലപ്പുറത്ത് ഏറ്റവും മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ടി ബഷീറിന്റെ പ്രചരണം. അഖിലോട്ട് വർഗപ്പം CB അനുമോദ്, ന്യൂസ് 18.